അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളിൽ വർക്ക് ചെയ്തതിന് ശേഷം മാത്രം ബിസിനസ് ആയാലും മറ്റെന്തിലേക്കായാലും സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഒരു സിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കൂടുതലും കാൽസോളിൽ വരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്രീഡോ ചാലഞ്ച്, ഇംപ്ലിമെന്റേഷൻ ചാലഞ്ച് തീർച്ചയായും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് എന്താ പറയുക, ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും തന്നില്ല. ജസ്റ്റ് 2 വേർഡായിട്ടാണ് ചെയ്തോളൂ, ഇത്രയാണ് എമൗണ്ട് ചെയ്തോളൂ, ഈ ഒരു എമൗണ്ട് എത്രയാണ് പേ ചെയ്യുന്നത് വെച്ചാൽ യു ലേൺ ദാറ്റ് ഇൻ 1 day ആൻഡ് ഐ മീൻ ഇറ്റ്. അത് പറഞ്ഞപ്പോ അതെനിക്ക് നെഞ്ചിൽ കൊണ്ടു. കാരണം നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളിലുള്ള വിശ്വാസത്തിൽ കയറി അങ്ങ് പിടിക്കാം, പിന്നെ നമ്മളങ്ങ് രക്ഷപ്പെട്ടു. ഞാൻ അതാണ് ചെയ്യാറ്. അപ്പൊ സാറിന് എന്നിൽ വിശ്വാസം ഉണ്ടെന്ന് കണ്ടപ്പോ ഞാൻ അത് ആണ് യൂസ് ചെയ്തത്. അത് എന്റെ ഒരു ആങ്കർ ആക്കി വെച്ചു. അത് അന്ന് തന്നെ ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. കാരണം എനിക്കറിയാം ഇത് ഞാൻ ചെയ്യുന്നു. ആദ്യം എനിക്ക് അതൊരു സ്വീറ്റ് സ്പോട്ടായിട്ട് ഞാനൊരു 1 lakh ആയിരുന്നു ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ സാറാണ് സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഹൈടെക്കിനെ വെച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന കണ്ടപ്പോ ഇനി 1 lakh ചെയ്യേണ്ട, നേരെ ഡബിൾ ആക്കണം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അത്ര ഒരു കോൺഫിഡൻസ് തോന്നിയിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ മീൻസ് ഡയറക്റ്റ് ഡബിൾ ആക്കുമ്പോൾ അത്രയും ആൾക്കാർ വരുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് വന്ന ക്ലയന്റിനോട് തന്നെ എന്റെ ചാർജ് ഇത്രയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവര് റെഡി ആയിരുന്നു അത് പേ ചെയ്യാൻ. ഹായ് റീത്ത, നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിമിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സംസാരിക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമുക്ക് ഇൻസ്പയർ ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട് കഴിയാന്നുള്ളതാണ്. നമ്മൾ വന്ന വഴികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതേ സിറ്റുവേഷനിലുള്ള പല ആൾക്കാർക്കും മുന്നോട്ട് പോകാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇന്റൻഷൻ. സോ എങ്ങനെയായിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോംസിലേക്ക് എത്തിയത്? അതിനു മുമ്പ് ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്? ഇവിടെ വന്നതിന് ശേഷം എന്താണ് ഒരു മേജർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചിരിക്കുന്നത്? ഓക്കെ സർ, എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് റീത്ത നായർ എന്നാണ്. ഞാൻ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് ലൈഫ് കോച്ചാണ്. അപ്പൊ ഞാൻ ഈ കോച്ചിങ് മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ IT-യിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. IT-യിൽ ഒരു 11 വർഷത്തോളം ഒരു MNC കമ്പനിയിൽ ഒരു ടീം ലീഡായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം ലൈഫിലെ കുറെ ചലഞ്ചസിലൂടെയൊക്കെ കടന്നു പോകുന്ന കൊറോണ ഒക്കെ വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു പേഴ്സണൽ കോച്ചിന്റെ അണ്ടറിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരുന്നത്. അതൊരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ ഇതിലായിരുന്നു. ആ സമയത്ത് കൊറോണയുടെ സമയത്ത് എല്ലാവരും ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് പോകുമ്പോഴും ഞങ്ങൾ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഇമോഷണലി അത് തട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സിറ്റുവേഷൻസ് എന്തായാലും നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാമെങ്കിൽ, മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ ലൈഫ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ വന്നത്. അപ്പൊ അങ്ങനെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം വന്നത്. അങ്ങനെയാണ് ഞാൻ പേഴ്സണൽ ഡെവലപ്മെന്റിലേക്ക് പൂർണ്ണമായിട്ട് വന്നത്. അപ്പൊ പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചസിനെ കണ്ടുപിടിച്ചു, അവരുടെ അണ്ടറിലെ ട്രെയിനിങ് എടുത്തു. അതിനുശേഷം പിന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊരു ആഗ്രഹം വരുമല്ലോ. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതുപോലെ കോച്ചിങ്ങിലേക്ക് വന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ കോച്ചിങ് ബിസിനസ് കുറെ ആൾക്കാർ ഓൺലൈനിൽ കോച്ചായിട്ട് വരുന്നതായിരുന്നു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കോച്ചസ്, ട്രെയിൻ ദ ട്രെയിനർ പോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ, ട്രെയിനേഴ്സിനെ ഉണ്ടാക്കുന്ന കോച്ചിങ് ഒക്കെ തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇന്ത്യയിൽ അത്രയും വന്നപ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അങ്ങനെയാണ് ഞാനും ഒരു കോച്ചിങ്ങിലേക്ക് വന്നത്. അപ്പോൾ കോച്ചിങ്ങിൽ വന്നു. അതിനുശേഷം ഞാൻ എല്ലാം ഓർഗാനിക് ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ലെവൽ എത്തിയപ്പോൾ എനിക്ക് ക്ലയൻസ് ഒക്കെ ഉണ്ട് ഓർഗാനിക്കലി. ഒരു ലെവൽ എത്തിയപ്പോൾ ഇതെങ്ങനെ കുറച്ചുകൂടെ ഓട്ടോമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടെ വലുതാക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ വന്നിരുന്നു. ആ സമയത്താണ് സാറിനെ ഞാൻ യൂട്യൂബില് ഒരു വീഡിയോയിലൂടെ കണ്ടെത്തുന്നത്. അപ്പം ഒരു വാല്യൂ സിസ്റ്റം ഒക്കെ മാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ സാറ് ഷെയർ ചെയ്യുന്ന കോണ്ടന്റ്സ് ഒക്കെ കണ്ടപ്പോഴും അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കും അത് സാറുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ പറ്റി. മെയിൻ ആയിട്ട് സാറ് പറയുന്നുണ്ടായിരുന്ന കാര്യം സെർവിങ് അതേഴ്സ് ആയിരുന്നു, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു കോച്ചിങ്ങിലേക്ക് വന്നതിന്റെ മെയിൻ ഇന്റൻഷനും അതായിരുന്നു, എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം, എനിക്കുള്ള അറിവ് കൊണ്ട് എന്തെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വാല്യൂ സിസ്റ്റംസ് അലൈൻ ചെയ്തിട്ടുള്ള ഒരു മെന്ററെ കണ്ടപ്പോൾ എനിക്ക് ഫോളോ ചെയ്യണം തോന്നി. അങ്ങനെയാണ് ഞാൻ കാൽസോളിന്റെ ഒരു പെയ്ഡ് മെമ്പർ ആയിട്ട് ഇവിടത്തേക്ക് വന്നിരുന്നത്. പിന്നീട് കൂടുതൽ
സാറിന്റെ ടീച്ചിങ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പക്ഷെ ഞാൻ വന്നത് ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റും ഓട്ടോമേഷനും പഠിക്കാനായിരുന്നു. പക്ഷെ വന്ന് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഫുൾ പാക്കേജ് ആയിട്ടാണ് സാർ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. പേഴ്സണൽ ഡെവലപ്മെന്റ് എപ്പോഴും സാർ പറയുന്ന പോലെ നമ്മൾ നമ്മളിൽ നിന്ന് തുടങ്ങുക, നമ്മളിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ അത് ഞാനും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ കൂടുതൽ സാറിന്റെ ഹെൽപ്പോടുകൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ, ഒരു ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യാൻ, ഹാബിറ്റ്സ് ഉണ്ടാക്കാനൊക്കെ പറ്റിയപ്പോൾ പിന്നെ ഞാൻ കാൽസോണിൽ തന്നെ അങ്ങ് സ്ഥിരമായി. അങ്ങനെയാണ് ഞാനിപ്പോ കാൽസോണിന്റെ ഒരു മെമ്പർ. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ ധാരാളം മറ്റു പല കമ്മ്യൂണിറ്റികളുടെ എക്സ്പീരിയൻസസ് ഉണ്ട്, കുറേ കാര്യങ്ങളിൽ നിന്നിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ട് നമ്മുടെ 10 days വീഡിയോ ചലഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെ ഇപ്പോൾ ഓൾറെഡി വീഡിയോസ് ചെയ്യുന്നതാണെങ്കിൽ പോലും എത്രത്തോളം അത് സഹായിച്ചിട്ടുണ്ട് ഒരു വീഡിയോ കോൺഫിഡൻസിലേക്കും? ആ 10 days വീഡിയോ ചലഞ്ച് ആ ഒരു പ്രോസസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാന് ഓർഗാനിക് ആയിട്ടാണ് ഞാൻ സെഷൻസ് ഒക്കെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്റെ ഗ്രോത്ത് അങ്ങനെ ഓർഗാനിക് ആയിരുന്നു. അപ്പൊ കൂടുതലും എനിക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ എന്ന് വെച്ചാൽ എന്റെ വീഡിയോസ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നില്ല, വേർഡ് ഓഫ് മൗത്തിലൂടെ തന്നെ എനിക്ക് ആൾക്കാർ വരുമായിരുന്നു. കൂടുതലും ഹൈ ടിക്കറ്റ് ആയതുകൊണ്ട്, പേഴ്സണൽ കോച്ചിങ് ആണ് ഞാൻ ചെയ്യുന്നത്, ലൈഫ് കോച്ചിങ്ങിന്റെ പേഴ്സണൽ കോച്ചിങ്. അപ്പൊ ഹൈ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ 1-2 ക്ലയൻസ് വന്ന് അവരുടെ പേയ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മണി റിലേറ്റഡ് സേഫ് ആണ്. എനിക്ക് കൂടുതൽ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും വരാറുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ മണി റിലേറ്റഡ് എനിക്ക് അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സേഫ് ആയിരുന്നു ഫൈനാൻഷ്യലി. പക്ഷെ എന്താ പറയാ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ടെസ്റ്റിമോണിയൽസ് ആരെങ്കിലും ഷെയർ ചെയ്യുന്നതോ അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ കാൽസോണിൽ വന്നപ്പോൾ ഈ 10 days വീഡിയോ ചലഞ്ച് ഒരു മാൻഡേറ്ററി ആയിരുന്നു. എനിക്ക് വീഡിയോസ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. സൂമിലൊക്കെ ഇതുപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നന്നായിട്ട് സെഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും പബ്ലിക്കിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അപ്പുറത്ത് ആരും കാണാനില്ലാതെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരുണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ ആരും ഇല്ലാതെ ക്യാമറയുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ എനിക്ക് അതത്ര ഈസി ആയിരുന്നില്ല. അപ്പോഴാണ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് ചെയ്തില്ലേ എന്ന് സാർ വന്നപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മളുടെ വീക്ക്ലി മീറ്റിംഗിൽ ചോദിക്കും ഇത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ പിന്നെ ചെയ്യണം എന്ന് വന്നപ്പോൾ എന്റെ വീട്ടിൽ എന്റെ നീസ് ഉണ്ട്, എന്റെ അനിയത്തിയുടെ മോള്. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പൊ അവള് സാറിനെ ഫോളോ ചെയ്യുമായിരുന്നു. ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ സൈഡിൽ വന്നിരിക്കും. അപ്പൊ ഈ 10 day വീഡിയോ ചാലഞ്ചിന്റെ ഒരു സെഷൻ ഞാനിങ്ങനെ കാണുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2ാം ക്ലാസ്സിലെ ആൾ ഇത്ര റെഡി ആയിരിക്കുമ്പോ അവളുടെ മുമ്പിൽ അക്കൗണ്ടബിലിറ്റി എനിക്കും കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ 10 day വീഡിയോ ചാലഞ്ച് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ 10 വീഡിയോസ് പെർ ഡേ ചെയ്യണം. അപ്പോ ആദ്യമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ആരെയും കാണിക്കേണ്ടതില്ല, നമ്മളുടെ കംഫർട്ട് ലെവല് ഉയർത്തി കൊണ്ടുവരുന്ന ഇതിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാ ദിവസവും ചെയ്ത് അതിന്റെ ഫീഡ്ബാക്ക് കമ്മ്യൂണിറ്റിയിൽ അറിയിക്കുമ്പോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് അവര് ചിയർ ചെയ്യും, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിയർ ചെയ്യും. അപ്പൊ അതൊക്കെ അതിന്റെ കൂടെ എന്റെ ഈ നീസും കൂടെ ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ലെവലിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരു കോൺഫിഡൻസ് ആയാലും നമുക്കിങ്ങനെ സംസാരിക്കാനായാലും എപ്പോ വേണമെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ വെച്ചിട്ട് സംസാരിക്കാനായാലും ഒക്കെ സ്റ്റോറി ടെല്ലിംഗ് കുറെ മെത്തേഡിൽ നമുക്ക് അതിനകത്ത് ചലഞ്ചിൽ പ്രാക്ടീസ് ചെയ്യേണ്ട. അപ്പൊ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ഫ്രീഡോ ചലഞ്ച് നാട്ട് 3 months ചലഞ്ച് ഉണ്ട്. എല്ലാ 3 months നമ്മൾ കാൽസോളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലും ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു 10 days വീഡിയോ ചലഞ്ച് ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഫോളോ ചെയ്ത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റു റെക്കോർഡിങ്ങിൽ അല്ലെങ്കിൽ തന്നെ സെഷൻസ് ചെയ്യുമ്പോഴായാലും നമുക്ക് എങ്ങനെ സംസാരിക്കാം, വീഡിയോയിൽ നോക്കിയിട്ട് ആൾക്കാർ സംസാരിക്കും. പൊതുവെ നമ്മളിങ്ങനെ താഴെ നോക്കിയിട്ട് ആളെ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. അതിന് പകരം ഇങ്ങനെ ക്യാമറയിലേക്ക് തന്നെ നോക്കിയിട്ട് സംസാരിക്കാനൊക്കെയുള്ള ഒരു ട്രെയിനിങ് കിട്ടിയത് ആ ഒരു സെഷനിലൂടെയായിരുന്നു, ആ ഒരു ചലഞ്ച് പ്രാക്ടീസ് ചെയ്തതിലൂടെയായിരുന്നു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലൈവ് ഇംപ്ലിമെന്റേഷൻ ഫ്രീഡോ ചലഞ്ച് രാവിലെ 5 മണിക്കാണ് പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാംസ് സാധാരണ നമ്മൾ കോഡെക്സ് എഴുതുക, നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ കുറേ ചിന്തിക്കുക. അതിൻ്റെ ആ ഒരു 10 മിഷൻസ് കംപ്ലീറ്റ് ചെയ്തപ്പം എത്രത്തോളം വ്യക്തത കിട്ടി മുന്നോട്ടുള്ള യാത്രയിലാണ്?
ഇപ്പൊ ഈ പേഴ്സണൽ കോഡെക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്റെ ഒരു വർക്കും അതിനോട് അലൈൻഡ് ആണ്. പേഴ്സണൽ കോഡെക്സ് പോലെ തന്നെ ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്ന ലൈഫ് കോച്ചിങ് വർക്ക്. അപ്പൊ നമ്മളൊരു പുതിയൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി അതുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു വർക്കാണ് അത്. നമ്മളിപ്പോ ഈ ഫ്രീഡോ ചാലഞ്ചിൽ വന്നപ്പോൾ AI-യുടെയും കൂടെ സഹായം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ഇൻപുട്സ് കൊടുത്ത് AI-നെ കൊണ്ട് തന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ കോഡെക്സ് ഉണ്ടാക്കി അത് വായിക്കുമ്പോൾ ഫസ്റ്റ് ടൈം അത് വായിച്ചപ്പോൾ ശരിക്കും ഗൂസ് ബംസ് ആയിരുന്നു. ഞാൻ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഷൻ ഇത്രയും ഭംഗിയായിട്ട് എന്താ AI-യുടെ കൂടെ ഹെൽപ്പോടെ കൂടെ എന്റെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ അത് ഇൻസ്പിറേഷനും കൂടെയായിരുന്നു. പിന്നെ എപ്പോഴും അതിങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ എവിടെന്നെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ഒരു മിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഞാൻ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നിടത്ത് എപ്പോഴെങ്കിലും ഡീറൗട്ട് ചെയ്യുന്നു പോകുന്ന സമയത്തൊക്കെ ഇത് വായിക്കുമ്പോൾ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു മാർഗനിർദ്ദേശം തരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു പേഴ്സണൽ കോഡെക്സ്. അതേപോലെ തന്നെ ഓരോ ഡിഫറെന്റ് കോഡെക്സ് നമ്മളെ നിഷ് ഐഡന്റിഫൈ ചെയ്യുന്നതായാലും കോഴ്സസ് ബിൽഡ് ചെയ്യുന്നതായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ 10 വീക്സ് കൊണ്ട് എന്താ പറയുക നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മിഷൻസിലൂടെ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ കടന്നുപോയപ്പോൾ കൃത്യമായിട്ടുള്ള സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഏതൊരു ബിസിനസിന്റെ ഒരു ട്രെയിനിങ്ങിന് പോയാലും ഫസ്റ്റ് നമുക്ക് സിസ്റ്റവും സ്ട്രാറ്റജിയും ഒക്കെ ആയിരിക്കും തരിക. ഇത് അതിനൊക്കെ മുമ്പേ പേഴ്സണൽ കോഡെക്സ് വെച്ചിട്ട് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാക്കി നമ്മളെ മാറ്റിയതിന് ശേഷമാണ് ടൂൾസും ടെക്നിക്സും ഒക്കെ വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അത് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എത്രയൊക്കെ ടൂൾസും ടെക്നിക്സും തന്നാൽ അത് ക്യാരി ചെയ്യാനുള്ള ഒരു പേഴ്സൺ ആയി ഞാൻ മാറിയില്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റ് ആയി പോകും. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളിൽ വർക്ക് ചെയ്തതിന് ശേഷം മാത്രം ബിസിനസ് ആയാലും മറ്റെന്തിലേക്കായാലും സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഒരു സിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കൂടുതലും കാൽസോളിൽ വരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഫ്രീഡോ ചാലഞ്ച് ഇംപ്ലിമെന്റേഷൻ ചാലഞ്ച് തീർച്ചയായും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ സിൽവർ മെമ്പർഷിപ്പിലൊക്കെ വരുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. അപ്പം അത്രയും വാല്യൂ അഡീഷൻ ആണ് സിൽവർ മെമ്പർഷിപ്പിൽ തുടങ്ങിയിട്ട് തന്നെ ഉള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓവർവെൽമിങ് ഫീലും ആവും. എന്റെ അമ്മ ഇത് എവിടുന്ന് തുടങ്ങും, എത്ര ചെയ്യണം, എവിടുന്ന് പഠിക്കണം, അങ്ങനെ കൃത്യമായ പാത്തും സിസ്റ്റം ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഇതല്ല ഇനി മറ്റേത് ചെയ്താലോ എന്നൊക്കെ തോന്നും. ആ സമയത്ത് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. ഈ ആഴ്ച ഈ 2 കോഴ്സ് ചെയ്താൽ മാത്രം മതി, ഇതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷന്റെ പാത്ത്, ഹാൻഡ് ഹോൾഡിങ്, അതുപോലെ തന്നെ നമുക്ക് സാർ മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഫ്രീഡം മെന്റേഴ്സ് ഉണ്ട്, ഫ്രീഡം ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ലെയേഴ്സ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരാള് ഈ ഒരു കൽസോളിൽ വന്നു പെട്ടാൽ മാത്രം മതി, അത്രേ അവർക്ക് ടാസ്ക് ഉള്ളൂ. വന്നു വിടുക എന്നുള്ളതാണ് അവരുടെ ഒരു ടാസ്ക്. ബാക്കി അപ്പുറത്ത് എത്തിക്കുക എന്നുള്ളതിന് ഇത്രയും വലിയൊരു സിസ്റ്റം ഇവിടെ റെഡിയാണെന്നുള്ളതാണ്. അപ്പൊ അത് തീർച്ചയായും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ എപ്പോഴും സൂമിലാണ് മീറ്റ് ചെയ്യുക, സൂമിലാണ് കാണുക. അപ്പോൾ ഈ ഫ്രീഡം ചലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് നമ്മുടെ ഒരു ഓഫ്ലൈൻ മീറ്റിങ്ങിലൊക്കെ വന്നപ്പം അത് എങ്ങനെയാണ് അത് ഫീലിംഗ് ഉണ്ടായിരുന്നത്? ആ സമയത്തുള്ള ഒരു റിലേഷൻസ്, ഓഫ്ലൈൻ മീറ്റിന്റെ എനർജി എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രീഡോ ചാലഞ്ച് ഞാൻ ആദ്യത്തെ ഫ്രീഡോ ചാലഞ്ച് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രീഡോ ചാലഞ്ചിൽ വരുന്നവരെ ആ സമയത്ത് 10 പേരുള്ള ഒരു ഗ്രൂപ്പ്, ചെറിയ വാട്സാപ്പ് ഗ്രൂപ്പ് ആക്കുമായിരുന്നു. അതിനൊരു ലീഡർ ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ തന്നെ ഇന്ററാക്ട് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് ക്ലിയർ ചെയ്യാം, പരസ്പരം സപ്പോർട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയതിന്റെ ഒരു ഫീലിംഗിലാണ് ഞാൻ ആദ്യമായിട്ട് ഓഫ്ലൈൻ ഇവന്റും കൂടെ അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നിയത്. ഈ 10 പേരെ കണ്ടവരെ ഒന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ അതിന് ഇവന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓരോ ദിവസം അടുത്ത് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കേരളത്തിൽ അങ്ങനെ വേറെ ഇവന്റ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ചാടിക്കേറി ഒരു ആവേശത്തിന് ഇവന്റിന് രജിസ്റ്റർ ചെയ്തിട്ട് എന്താവും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു വെൽക്കമിങ് ഒരു ഇതുണ്ടല്ലോ, നമ്മള് സാറ് നർച്ചർ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കൾച്ചറാണ് അത്. ആ കമ്മ്യൂണിറ്റിയുടെ എല്ലാവരും ഒരു വെൽക്കമിങ് ആയിട്ടുള്ള. അപ്പൊ അവിടെ വന്നപ്പോഴാണ് എപ്പോഴും ഇനി വരണം എന്നുള്ള ഒരു ഫീല് വന്നത്. കാരണം ഓഫ്ലൈനിൽ കണ്ടതിനേക്കാളും ആൾക്കാരെ കാണുക, അവരെ ഒന്ന് ഹഗ് ചെയ്യുക, ഷേക്ക് ഹാൻഡ് ചെയ്യുക, തൊട്ടടുത്തിരുന്ന് സംസാരിക്കുക, അതൊക്കെ വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയായിട്ടുള്ള ആൾക്കാരുമായിട്ട് കുറെ കൂടുതൽ ബന്ധങ്ങൾ, നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓഫ്ലൈൻ ഇവന്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് നടന്ന ഒരു 4 days വർക്ക്ഷോപ്പ് പോലും സ്വതവേ ഉണ്ടാകുന്നത് 1 day ആണെങ്കിൽ ഇപ്പൊ ഉണ്ടായിരുന്നത് നമുക്ക് ഡയമണ്ട് മെമ്പേഴ്സിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു 4 ദിവസത്തെ. ആ 4 ദിവസത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ തന്നെ ഇനി അടുത്ത ഇവന്റിന് എപ്പോ ജോയിൻ ചെയ്യണം, എപ്പോഴാണ് റെഡി ആകുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, ഏത് ട്രെയിനാണ് ബുക്ക് ചെയ്യുന്നത്, ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത്, ഇങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ അവിടുന്ന് തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ അത് ഇപ്പോ എന്താ പറയുക, അറ്റൻഡ് ചെയ്ത ആൾക്കാരൊക്കെ അടുത്തത് എപ്പോഴാണെന്ന് വളരെ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് കൂടിയായി മാറിയിട്ടുണ്ട് നമ്മുടെ ഓഫ്ലൈൻ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സന്തോഷം. റീത്ത ചെയ്യുന്ന വർക്കിലേക്ക് നമ്മൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാരുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്ത് പുതിയൊരു വ്യക്തിയാക്കി മാറ്റുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഇത് ചെയ്യുമ്പോൾ ഹൈ ടിക്കറ്റ് ആണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള ഒരു എമൗണ്ട് എത്രയായിരിക്കും ഈ ഒരു ബിസിനസ് ഫീൽഡിൽ ഒരാളിൽ നിന്ന്? ഒരാളിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഹൈ ടിക്കറ്റിൽ വാങ്ങിയിരിക്കുന്നത് ഡോളേഴ്സിൽ വരുമ്പോൾ $2,750 ആണ് ട്രെയിനിങ്ങിന് വാങ്ങിയിരിക്കുന്നത്. അതിപ്പോൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് ഒരു കൺവേർഷൻ വരുമ്പോൾ ഒരു 2,31,000 അത്രയായിരുന്നു എനിക്ക് ഹയസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 lakh ആണ് എൻ്റെ ഹൈ ടിക്കറ്റിൽ ഞാൻ ചാർജ് ചെയ്യുന്നത്. പക്ഷെ USD ചില സമയത്ത് കൺവേർഷൻ വരുമ്പോൾ അധികം വരാറുണ്ട്. അപ്പോ ആദ്യം ഞാൻ ഈ ഒരു ഇതിൽ തുടങ്ങുമ്പോൾ വളരെ ചെറിയ ഹൈ ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് തന്നെ തുടങ്ങുമ്പോൾ നമ്മളിന് വിശ്വാസം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ തുടങ്ങുമ്പോൾ 9,000 രൂപ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. 3 മാസത്തെ ട്രെയിനിങ്ങിന് 9,000 രൂപ എന്ന് വെച്ചിട്ടുള്ള ഒരു ഇതിലായിരുന്നു വാങ്ങിയത്. പക്ഷെ പിന്നീട് ഞാൻ എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ സ്കിൽസ് തന്നെ ബിൽഡ് ചെയ്തു. കൂടുതൽ ആൾക്കാർക്ക് റിസൾട്ട് കൊടുക്കാൻ ഞാൻ കേപ്പബിൾ ആയും തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിന്റെ പ്രൈസിങ് കൂടുതലാക്കിയത്. ആ സമയത്ത് ഞാൻ 3 മാസം കൊണ്ട് കൊടുത്തിരുന്ന റിസൾട്ട് എനിക്കിപ്പോ ഒരു ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു സ്കിൽ സെറ്റിലായാലും എന്റെ നോളജിലായാലും ആൾക്കാർക്ക് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുന്ന ഒരു കഴിവിലായാലും ഒക്കെ എന്റെ ഒരു ഗ്രോത്ത് ഉണ്ടായ സമയത്താണ് ഞാനിങ്ങനെ, അതും സ്പെഷ്യലി സാറിന്റെ നിർദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഒരു ഹൈ ടിക്കറ്റ് പ്രൈസിംഗിലേക്കും വന്നിരിക്കുന്നത്. ആദ്യം എനിക്ക് അതൊരു സ്വീറ്റ് സ്പോട്ട് ആയിട്ട് ഞാനൊരു 1 lakh ആയിരുന്നു ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ സാറാണ് സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഹൈ ടിക്കറ്റിനെ വെച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി 1 lakh ചെയ്യേണ്ട, നേരെ ഡബിൾ ആക്കണം എന്ന് പറഞ്ഞത്. ആ സമയത്ത് അത്ര ഒരു കോൺഫിഡൻസ് തോന്നിയിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ മീൻസ് ഡയറക്റ്റ് ഡബിൾ ആക്കുമ്പോൾ അത്രയും ആൾക്കാർ വരുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് വന്ന ക്ലയന്റിനോട് തന്നെ എന്റെ ചാർജ് ഇത്രയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവര് റെഡി ആയിരുന്നു അത് പേ ചെയ്യാൻ. അപ്പൊ തന്നെ അന്ന് തന്നെ അവര് അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്റെ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ സർ. അപ്പം ആ ഒരു ഫീലിംഗ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ വാങ്ങിയിരുന്നേക്കാളും ഒരു സിംഗിൾ എമൗണ്ടിൽ തന്നെ ഒരു എമൗണ്ട് വരുന്നു. അപ്പോൾ അത് ശരിക്കും നമ്മൾ നിന്നതിൽ നിന്ന് ആ ഗ്രാഫിനെ നേരെ അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. ടോട്ടലി ഈ ഒരു കോച്ചിങ് ഫീൽഡിലേക്ക് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ഈ ഒരു കോച്ചിങ് ഫീൽഡിൽ വന്നതിന് ശേഷം ടോട്ടലി എന്തുമാത്രം റവന്യൂസ് റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും? ടോട്ടൽ എമൗണ്ട്സ് പറയുകയാണെങ്കിൽ ഒരു ടോട്ടൽ എമൗണ്ട് ഞാനിപ്പോ അറൗണ്ട് 50 lakh റേസ് ചെയ്തിട്ടുണ്ടാവും കോച്ചിങ്ങിലൂടെ. ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തില്ല. പക്ഷെ ആദ്യമൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് IT ജോബ് ഉണ്ടായിരുന്നു. അപ്പൊ ഫുൾ ടൈം ആയിരുന്നില്ല ഇത്. വല്ലപ്പോഴും മാസത്തിൽ ഒരു സെഷനോ മാസത്തിൽ 2 സെഷനോ ഒക്കെയുള്ള ഗ്രൂപ്പ് കോച്ചിങ്ങിലാണ് ഞാൻ തുടങ്ങിയിരുന്നത്. അവിടെ നിന്ന് വന്നാണ് അതും 499 രൂപയ്ക്ക് ഒരു സെഷൻ, ഒരു ഗ്രൂപ്പായിട്ട് ഒരു സെഷൻ കൊടുക്കും. അതിൽ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ളൊരു കോച്ചിങ് മോഡലായിരുന്നു ഫോളോ ചെയ്തത്. പിന്നീടാണ് പതുക്കെ ഞാൻ ഗ്രൂപ്പ് കോച്ചിങ്ങും കൂടെ 1-to-1 ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ എന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഞാൻ 1-to-1 ഹൈ ടിക്കറ്റ് ചെയ്യുന്നുണ്ട്. അതേ കൂടെ തന്നെ ഗ്രൂപ്പ് കോച്ചിങ് മോഡലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പ് കോച്ചിങ് തന്നെ എല്ലാത്തിന്റെയും ഒരു അവിയൽ പരുവമാണ്. അതില് സാർ പറഞ്ഞ പോലെ ലൈവ് ഇംപ്ലിമെന്റേഷൻ വർക്ക്ഷോപ്പ് മോഡൽ ഫോളോ ചെയ്യുന്നുണ്ട്. ആ വരുന്നവർക്ക് തന്നെ 1-to-1 കോച്ചിങ് കൊടുക്കുന്നുണ്ട്. മീൻസ് ഒരു സെഷൻ അവർക്ക് അതിൽ 1-to-1ലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ മീറ്റിംഗ് മോഡലിൽ ഗ്രൂപ്പായിട്ടുള്ള സെഷൻസ് നടത്തുന്നുണ്ട്. റെക്കോർഡഡ് കോഴ്സസ് അവൈലബിൾ ആണ്. അവർക്ക് എപ്പോഴും അവരുടെ സമയത്തിനനുസരിച്ച് സെൽഫ് പേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്, ലൈഫ് ടൈം ആക്സസോടെ. അത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു മോഡലാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത്, വിച്ച് ഇസ് ഓൾസോ വെരി സക്സസ്ഫുൾ എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു സിസ്റ്റത്തിലേക്ക് ഒന്ന് മാറാനായിട്ട് കഴിഞ്ഞു. കുറച്ചുകൂടെ സംവിധാനങ്ങൾ ബിൽഡ് ചെയ്തു, പ്രൈസിങ് കുറച്ചുകൂടെ ക്ലിയർ ചെയ്തു. ഞാൻ ഓർക്കുന്നത് നമ്മൾ ആദ്യം ഈ ഒരു ഡയമണ്ട്സിലേക്ക് വരുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ആ സമയത്ത് ചോദിച്ചത് ഈ 2 lakhs ആണ് ചാർജ് വരുന്നത്, ഞാനത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ മറ്റു മെൻറ്റേഴ്സ് കുറച്ച് പേര് ഒരുമിച്ചിരുന്ന സമയത്താണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തത് വിൽ ഏൺ ഇൻ 1 day എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് പിന്നീട് ഈ പറയുന്ന ഒരു സിംഗിൾ ക്ലയൻറ്റിൽ നിന്ന് 2 lakhs മുകളിൽ വന്നപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ റിപ്ലൈ ചെയ്തത് തമ്മിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത്
ചില സമയങ്ങളിൽ നമ്മൾ നമുക്കൊരു കാഴ്ച ഉണ്ടാകത്തില്ല അപ്പുറത്ത് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ച ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അത് അച്ചീവ് ചെയ്തുകൂടെ കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് സോളിഡ് ആവും, പിന്നെ ഒരു തിരിച്ചു പോക്കില്ല. അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പേയ്മെന്റ്, ശരിക്കും ഡയമണ്ട്സ് ഒക്കെ പേയ്മെന്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ, പിന്നീട് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് വ്യത്യാസം വന്നത്? ഡയമണ്ടിന്റെ ഓഫർ വന്നിട്ട് മീൻസ് ഡയമണ്ട് ഷോക്കേസ് അറ്റൻഡ് ചെയ്തിട്ട് അന്ന് തന്നെ ഞാൻ ആക്ഷൻ എടുത്തില്ല, പേ ചെയ്തില്ല. എനിക്ക് എന്നിൽ തന്നെ, സാറിലായിരുന്നില്ല എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്, സാറിനോ സാറിന്റെ സിസ്റ്റത്തിലോ ആയിരുന്നില്ല, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യൂ എന്നുള്ളതായിരുന്നു എന്റെ ഡൗട്ട്. ഈ പൈസ ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആയി പോവില്ലേ എന്നുള്ള, അപ്പൊ എന്നിലായിരുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനൊരു മെസ്സേജ് അയച്ചത്. പിന്നെ അന്ന് രാത്രി ഒന്നും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ആക്ഷൻ എടുക്കണം പക്ഷെ എടുക്കാനുള്ള പേടി. അപ്പൊ ആരെങ്കിലും ഒരാൾ പറയണം ചെയ്തോ, കൂടെ ഉണ്ടെന്ന് പറയാൻ ഒരാൾ വേണം. അങ്ങനെയാണ് ഞാൻ സാറിന് ഡയറക്റ്റ് മെസ്സേജ് അയച്ചത്, എന്റെ പേടി എന്താണെന്ന് പറഞ്ഞിട്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്ത് ചെയ്യണം, ആക്ഷൻ എടുക്കണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാറ് എന്താ പറയുക, ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും തന്നില്ല, ജസ്റ്റ് 2 വേർഡായിട്ടാണ് ചെയ്തോളൂ, ഇത്രയാണ് എമൗണ്ട് ചെയ്തോളൂ, ഈ ഒരു എമൗണ്ട് എത്രയാണ് പേ ചെയ്യുന്നത് വെച്ചാൽ യു ലേൺ ദാറ്റ് ഇൻ 1 day ആൻഡ് ഐ മീൻ ഇറ്റ്. അത് പറഞ്ഞപ്പോ അതെനിക്ക് നെഞ്ചിൽ കൊണ്ടു. കാരണം നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളിലുള്ള വിശ്വാസത്തെ കയറി അങ്ങ് പിടിക്കുക, പിന്നെ നമ്മളങ്ങ് രക്ഷപ്പെട്ടോളൂ. ഞാൻ അതാണ് ചെയ്യാറ്. അപ്പൊ സാറിന് എന്നിൽ വിശ്വാസം ഉണ്ടെന്ന് കണ്ടപ്പോ ഞാൻ അത് ആണ് യൂസ് ചെയ്തത്. അത് എന്റെ ഒരു ആങ്കർ ആക്കി വെച്ചു. അത് അന്ന് തന്നെ ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും എടുത്തു വെച്ചു. കാരണം എനിക്കറിയാം ഇത് ഞാൻ ചെയ്യുന്നത്, സാറിന് വിശ്വാസമുണ്ട്, അത് എന്നിലുണ്ട്, അപ്പൊ ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നറിയാം. അപ്പൊ അത് ഞാൻ അന്ന് സ്ക്രീൻഷോട്ട് എടുത്തപ്പോഴും ആലോചിച്ചാണ്, ഇത് സാറ് ഇനി എപ്പോഴാണ് ഞാൻ അച്ചീവ് ചെയ്യുന്നത് അന്ന് ഞാൻ ഇത് രണ്ടും കൂടി ആക്കിയിട്ട് തിരിച്ച് സാറിന് സ്ക്രീൻ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതെടുത്ത് വെച്ചായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആക്ഷൻ എടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയാണല്ലോ നമുക്കെല്ലാം ഒരു ഫിയർ ഫാക്ടർ ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പം പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. പിന്നെ ഡയമണ്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമുക്ക് കാൽസോളിലെ ഡയമണ്ട് എന്ന് വെച്ചാൽ 4 ലെവലായിട്ടാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ സ്റ്റേജിലേക്കാണ് മാറ്റുന്നത്. ഇപ്പൊ ഞാൻ വന്ന കോഴ്സും ഞാൻ ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ 3rd ലെവലിലേക്കായിരുന്നു മാറ്റിയത്. അപ്പൊ ഈ ഓരോ ലെവലിനും ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനൊരു ലീഡർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ലീഡർ എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരല്ല, നമ്മൾ തന്നെയാണ് ലീഡറായി മാറുന്നത്. അല്ലെ, ആ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന ആൾക്കാർ തന്നെ അവരുടെ കഴിവ് തെളിയിച്ച് ലീഡറായി മാറുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പുറത്തെടുക്കാനുള്ള ചാൻസും കൂടെ ഉണ്ട്. ഇവിടെ തന്നെ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അതിന് വളരാനും അതിനെല്ലാം ഉള്ളൊരു ഏരിയ കൂടെ ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ വന്നു, ഞാൻ ഇവിടുന്ന് തന്നെ ലീഡറായി, ഇവിടെ തന്നെയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്തു. ഇവർക്ക് തന്നെ സ്പെഷ്യൽ സാർ ഇംപ്ലിമെന്റേഷൻ സെഷൻ ചെയ്തതിന് ശേഷം എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് സെയിം കാര്യങ്ങൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, പുതുതായി വന്നവർക്ക്. അപ്പം മെന്റർഷിപ്പിന്റെ ആയാലും ലീഡർഷിപ്പിന്റെ ആയാലും ഒക്കെ നമ്മുടെ ക്വാളിറ്റിയും കഴിവുകളും എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഇവിടെ കാൽസോളിൽ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പുറത്തും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം കാൽസോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തൊക്കെ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ അതിന് റെഡിയായി വരുന്ന ആൾക്കാരെയാണ് എനിക്ക് കോച്ച് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടി റെഡിയായി വരുന്ന ഒരാളെ ലൈഫ് കോച്ചായ ഞാൻ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഞാൻ ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് പോലും ചെയ്യാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. ഡിഫറെന്റ് ഏജ് ലെവലിലുള്ള ആൾക്കാരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഡിഫറെന്റ് ലെവൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഗവൺമെന്റ് ജോലി ആയിരിക്കാം, മറ്റു ബിസിനസ് ആയിരിക്കാം. ഇതൊന്നും ഞാൻ എന്റെ ലൈഫിൽ പോലും പ്രതീക്ഷിക്കാത്തതാണ്, ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന പോലും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിൽ ആസ് എ പേഴ്സൺ ആയാലും ബിസിനസ്സിനെ നോക്കിക്കാണുന്ന വിധത്തിലായാലും മറ്റുള്ളവരുടെ ബിസിനസ്സിനെ മനസ്സിലാക്കുന്ന വിധത്തിലായാലും ഒക്കെ എനിക്ക് ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുള്ളത് ഈ ഡയമണ്ടിലേക്കുള്ള അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമായിരുന്നു. അതെ. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സിനോട് രണ്ട് തരം ഓഡിയൻസ് ആണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുവരെയും കാൽസോളിനെ കുറിച്ച് അറിയാത്ത പലരും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഹെഡിങ് ഒക്കെ കണ്ടിട്ട് വരുന്നവരുണ്ടായിരിക്കാം. ഇപ്പോൾ ഇവിടെ ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഈ ഡിസ്കഷനിൽ. അപ്പോൾ അങ്ങനെ പബ്ലിക്കലി നിൽക്കുന്ന ആൾക്കാരോട് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? അതോടൊപ്പം തന്നെ കാൽസോളിനകത്ത് വന്നിട്ട് ഇതുവരെയും കാര്യമായിട്ട് ചിലപ്പോൾ ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം, വളരെ കുറച്ച് പേര്. അങ്ങനെയുള്ളവരോട്, ഈ രണ്ട് കൂട്ടരോടും എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട്, ഞാനിപ്പോ 4 ദിവസത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നല്ലോ. അപ്പൊ ഞാൻ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാൽസോളിൽ വന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തത്
നമ്മൾ വന്നത് ബിസിനസ് പഠിക്കാനാണല്ലോ, പക്ഷെ ഇതിനകത്ത് വന്നപ്പോഴാണല്ലോ ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കാര്യം അറിയുന്നത്. അങ്ങനെയായിരുന്നു എന്നുവെച്ചാൽ നമ്മള് പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ഡെവലപ്മെന്റ്. നമ്മളിൽ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ടോപ്പിക്ക് ബിസിനസ്സിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് വളർത്തണം എന്നുള്ള ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒരു ടോപ്പിക്ക്, അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ്, നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ കൂട്ടുകെട്ടിന്റെ ഇമ്പോർട്ടൻസ്, നമുക്കുണ്ടാകുന്ന ഒരു ഒരു എന്താ പറയുക ഡെയിലി റിച്വലിന്റെ, ഡെയിലി ഹാബിറ്റിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്, അത് നമ്മളെ എങ്ങനെയാണ് നമ്മളാക്കി തീർക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഒക്കെ അത് വേറെ ലെവലായിരിക്കും. ഇത്രയും കാലം കാണാത്ത ഗ്രോത്ത് ഒക്കെ കാണാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളുടെ ക്വാളിറ്റി തന്നെ വേറെ ലെവലിലാണ് വരുന്നത്. നമ്മളുടെ ഹാർട്ടൊക്കെ വളരെ വന്നല്ലേ, ഹൃദയം വളർന്ന ആൾക്കാരായിരിക്കും ഇതിനകത്തുള്ള അത്രയും ക്വാളിറ്റി ഉള്ളതാണ്. എന്താ പറയാ, ഹാർട്ട് ഗ്രോത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കാൻ, പരസ്പരം ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ, അക്കൗണ്ടബിലിറ്റിക്കൊക്കെ റെഡി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ബിസിനസ്സിലായാലും മൈൻഡ് സെറ്റിലായാലും ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കാൽസോള് മാത്രമാണ് അങ്ങനെയുള്ളത്. മറ്റെവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്ക് ഇതുവരെ ഞാൻ യൂട്യൂബിലായാലും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് കാൽസോളാണ് ഇത്രയും നന്നായിട്ട് ചെയ്യുന്നുള്ളതെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു വീഡിയോയിലൂടെ ആയാലും നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. എങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ പറ്റുവാണെങ്കിൽ അതൊരു ഒരു ഗുഡ് സൈൻ ആയിട്ട് ഇത് എടുത്തിട്ട് വരണമെന്നാണ് ഞാനൊരു ഇത് പറയുന്നത്. പിന്നെ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളവരോട് ഇപ്പൊ നമ്മൾ ഈ സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാ സൂപ്പർ ഹീറോ മൂവീസിലും വില്ലനും ഉണ്ടാവും, ഹീറോ ഉണ്ടാവും. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ രണ്ടാളുടെയും കഥ ഒരുവിധ സെയിം ആയിരിക്കും. എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും, എന്നിട്ട് എന്തെങ്കിലും ഒരു സൂപ്പർ പവർ വന്നിട്ടുണ്ടാവും. അപ്പോ ഹീറോ വിചാരിക്കും എനിക്ക് സംഭവിച്ച പോലുള്ള കാര്യം ഇനി ആർക്കും സംഭവിക്കരുത്, അതുകൊണ്ട് ഞാൻ എല്ലാരെയും ഹെൽപ്പ് ചെയ്യും. വില്ലൻ വിചാരിക്കും എനിക്ക് സംഭവിച്ചില്ല, അപ്പൊ എല്ലാവർക്കും ഇത് തന്നെ വന്നാൽ മതി. അങ്ങനെ അവര് വില്ലനായി മാറും, മറ്റേ ആള് ഹീറോ ആയി മാറും. അപ്പൊ നമുക്കിപ്പോ ഇവിടെ കാൽസോളിൽ വന്നാൽ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഒരു ഡിജിറ്റൽ ലീഡർ ആവാനാണ് വരുന്നത്. നമ്മുടെ സൂപ്പർ പവർ ആണത്. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്കത് വെച്ചിട്ടൊരു ഹീറോ ആവാം, അല്ലെങ്കിൽ അത് വെച്ചിട്ടൊരു വില്ലനും ആവാം. കാരണം സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പവറും അത്രയും, ഡിജിറ്റൽ പവർ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ഡെസിഗ്നേഷൻ, ഒരു ടൈറ്റിൽ അല്ല, അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു ഡിജിറ്റൽ ലീഡറിനായി തീരുന്നത്. അപ്പൊ അതിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളൊരു ട്രെയിനിങ് കൂടെ കിട്ടുന്ന, അതായത് എത്തിക്സ് ആയാലും ഇന്റഗ്രിറ്റി ആയാലും എല്ലാത്തിലും നിന്നുകൊണ്ട് എങ്ങനെ വളരാമെന്ന് കാണിച്ചു തരുന്ന ഒരു ഏരിയ ആണ് കാൽസോൾ. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത്രയും ട്രെയിനിങ്സ് അവൈലബിൾ ആയിരിക്കുമ്പോൾ അത് മിസ്സാക്കി കളയാതെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് എമേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും ചെയർ ചെയ്യാനും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് മുഴുവനുണ്ട്. സാറുണ്ട്, ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ കുറെ വർഷം കഴിഞ്ഞ ഒരു അവസ്ഥ വരരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്താ പറയാ, എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടെ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യെസ്, വളരെ സന്തോഷം. നമ്മൾ നന്നായിട്ട് ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിം ശരിക്കും തുടക്കമാണ്. ഇനി അടുത്തൊരു 1CR അവാർഡിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടണം. അതിനേക്കാളും ഉപരി മാക്സിമം വാല്യൂ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ട് സിസ്റ്റം ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. ഇപ്പോൾ നമുക്ക് നയിക്കാൻ ഒരാൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം റീത്തേക്ക് ഒത്തിരി ആൾക്കാരെ നയിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.